ഹലോ എവറി വൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവിടെ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മൾ ഈ സോഡാ മേക്കർ എങ്ങനെയാണ് നമ്മളിത് മൊത്തം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ റിവ്യൂവും ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മൊത്തം സെറ്റപ്പ് ആക്കി നമ്മളൊരു സോഡ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ്, ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇത് വെറും ഷോ മാത്രമേ ഉള്ളൂ എന്നുള്ളതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് കാണണമെന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. അതല്ല ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് നമുക്ക് ആദ്യം കുറച്ച് പേപ്പർ ബോക്സ് തരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ടോപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ബോട്ടിലിൻ്റെ ടോപ്പാണ്. എനിക്ക് തോന്നുന്നു ആ സോഡാ മേക്കറിനകത്ത് വയ്ക്കുന്ന ബോട്ടിലിൻ്റെ ടോപ്പായിരിക്കും അത്. നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം നമുക്ക് സോഡാ മേക്കർ ഒന്ന് എടുത്ത് നോക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് പുറത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ശരിക്കും ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വലിയൊരു ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആവറേജ് ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇനി നമുക്കൊരു ആവശ്യമുള്ള ഒരു സാധനം കൂടി ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ റാപ്പ് അങ്ങോട്ട് പൊളിച്ച് കളയാം. റാപ്പ് നമുക്ക് ആവശ്യമില്ലല്ലോ, റാപ്പ് അങ്ങോട്ട് പൊളിച്ച് കളയാം. റാപ്പ് പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബോട്ടിൽ സെറ്റ് ചെയ്യുന്ന സ്ഥലം ഫ്രണ്ടിലാണ്, ഈ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഓൾറെഡി ഇപ്പോൾ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട്. അത് ബ്രാൻഡ് കൊടുത്തിട്ടുള്ളൊരു ബോട്ടിൽ അതിനകത്ത് ഇരിപ്പുണ്ട്. ഉണ്ടല്ലേ, അവിടെ നമ്മൾ ആ ടോപ്പിലൊരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസ് ഡോർ ഓപ്പൺ ആയിട്ട് വരും. ഒന്നുകൂടെ കാണിക്കാൻ കണ്ടില്ലേ, അവിടെ ആ ഒരു സ്വിച്ച് ഉണ്ട്, അത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഡോർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനകത്താണ് നമുക്ക് ഒരു ബോട്ടിൽ ഇതിനകത്ത് കിട്ടിയുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ശരിക്കും ഇവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അവർക്ക് 2 ബോട്ടിൽസും 3 ബോട്ടിൽസും കിട്ടിയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ബോട്ടിൽ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ടോപ്പാണ് നമുക്ക് നേരത്തെ ആ ബോക്സ് തുറന്നപ്പോൾ തന്നെ ആ കാർഡ്ബോർഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ ടോപ്പാണ്. ഇതിനകത്ത് അധികം വെള്ളമൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, 500 ml വെള്ളമേ പറ്റുള്ളൂ. അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇത് നമ്മുടെ സോഡ ചെയ്യുന്ന ആ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളിത് എപ്പോഴും എന്നും സോഡ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ, നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് ഇത് നമ്മൾ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കാവുന്നതാണ്. സേഫായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്ലാസ് ഡോറിനൊന്നും അത്ര ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നും ഇല്ല കേട്ടോ, അതും നമ്മൾ പറയണം. അത്ര ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇല്ല. ഇനി ഈ ഒരു ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ആ ഗ്യാസ്, അതായത് സോഡ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്യാസ് വെക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ക്ലാമ്പാണ് അടിയിലായിട്ട് പ്രസ് ചെയ്തിരിക്കുന്നത്, അടിയിൽ കുടുങ്ങിയിരിക്കുന്നത്. അവിടെ അതിൻ്റെ മുകളിലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ഡോറ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഗ്യാസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇവിടെ മുകളിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ അവിടെ ഓൾറെഡി അതിനകത്ത് ഒരു വാഷർ ഇരിപ്പുണ്ട്. അപ്പോൾ ആ വാഷർ ഇപ്പോൾ അഥവാ പോവുകയാണെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി അവിടെ നമുക്കൊരു എക്സ്ട്രാ വാഷറും കൂടെ തന്നിട്ടുണ്ട്, ബ്രാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമുണ്ട്, അത് ആവശ്യം വരുവാണെങ്കിൽ എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബോക്സിനകത്തുള്ള നമ്മുടെ ഗ്യാസ് സിലിണ്ടർ, ഇതാണ് ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്നായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്യാസ് സിലിണ്ടറാണ്. ഇത് ശരിക്കും ഇതിനകത്ത് നമുക്ക് ഇത്ര സോഡയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ മുകളിൽ അവർ കൃത്യമായിട്ട് പല മാർക്കിങ്സ് ഉണ്ട്, സേഫ്റ്റി മെഷേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് 25 ബോട്ടിൽ, അതായത് ആ തന്നിട്ടുള്ള കുപ്പിയിൽ 25 തവണ നമുക്ക് സോഡ ഉണ്ടാക്കാനുള്ള ഗ്യാസേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മളത് റീഫില്ല് ചെയ്യണം. റീഫില്ല് ചെയ്തിട്ട് നമുക്ക് വീണ്ടും 25 തവണ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീഫില്ല് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം ഈ സീലൊന്ന് പൊളിക്കണം. ഇത് കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പൊളിക്കുന്ന ഒരുവിധമൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഇനിയുള്ളത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ റെഡ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പ് തുറന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ ഈ നോസിൽ, അതായത് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ നോസിൽ അതിനകത്തോട് കയറ്റി തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ സോഡ ബോട്ടിൽ എടുത്ത പോലെ തന്നെ അതുപോലെ തന്നെ ഇത് തിരിച്ച് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കണം. അതുപോലത്തെ സെയിം സെറ്റപ്പ് തന്നെയാണ്, ഇത് സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ആദ്യം അടിഭാഗം ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം അടിഭാഗം ഇറക്കി വെച്ചതിന് ശേഷം ഇത് ആ നോസിൽ നമ്മുടെ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ നോസിൽ ആ ഹോൾഡറിനകത്തോട് കയറ്റിയിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബോട്ടിലൊക്കെ ക്യാപ്പ് ഇടുന്ന പോലെ ഇത് നമ്മൾ ജസ്റ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ ടൈറ്റ് ആകും. അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ആക്കണം കേട്ടോ, കാരണം
ഗ്യാസ് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റ് ആക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ സേഫായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഗ്യാസിൻ്റെ സാധനമാണ്. ഇപ്പോൾ ഏത് ഗ്യാസ് ആണെങ്കിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഇത് കയ്യിൽ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. സോ അതൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇനി നമ്മൾ ആ ഗ്യാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അടിയിലെ ക്ലാമ്പ് ആ ഗ്യാപ്പിൽ കൃത്യമായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജമ്പ് ചെയ്ത് അവിടെ കയറിക്കോളും. പിന്നെ നമുക്ക് ആ മുകളിൽ 2 സ്വിച്ച് പിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും തുറക്കണമെന്നുണ്ടെങ്കിൽ തുറക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. ഞാനിപ്പോൾ എടുക്കുന്നത് തണുത്ത വെള്ളമാണ്. എപ്പോഴും നമുക്ക് ഇതിനകത്ത് സോഡ മേക്കറിനകത്ത് സോഡയുടെ ആ എഫക്റ്റ് കൂടുതൽ നന്നായിട്ട് ശരിക്ക് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും നന്നായിട്ട് തണുത്ത വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അല്ലാത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരെ സോഡ ആവില്ലെന്നല്ല, ശരിക്കും നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല വർക്കൗട്ട് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ ഇത് എത്ര വെള്ളം നിറയ്ക്കണമെന്ന് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ അധികമാണ് നിറച്ചേക്കുന്നത്. ഇപ്പോൾ എത്ര വെള്ളം നിറയ്ക്കണം എന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് അവിടെ ഒരു മാർക്ക് ഇട്ടിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടം വരെ വെള്ളം നിറയ്ക്കാവൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടം വരെ വെള്ളം വെക്കാൻ പാടുള്ളൂ. അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് ഓവർഫ്ലോ ആവും. ഗ്യാസ് വരുമ്പോൾ ഇത് ഓവർഫ്ലോ ആയിട്ട് ആകെ അബദ്ധമാവും. സോ നമുക്കിത് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നാൽ നൈസായിട്ട് ഇതിൻ്റെ ഈ ഓപ്പണിങ് ആ നോസിലിനകത്തോട്ട് കയറ്റിയിട്ട് അവിടെ തിരിച്ച് കയറ്റി കൊടുക്കും. ഞാൻ നേരത്തെ നമ്മൾ ഗ്യാസ് തിരിച്ച് കയറ്റില്ല, അതുപോലെ തന്നെ ഇത് തിരിച്ച് മെല്ലെ നൈസായിട്ട് തിരിച്ച് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം, കാരണം ഗ്യാസാണ്, ഇത് ലീക്കാവും. അപ്പം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് അത് ടൈറ്റ് ചെയ്യണം. അത് ഒരുപാട് ടൈറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലല്ല, ആ ഗ്യാസിന് ലീക്കൊന്നും വരാത്ത രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് പതുക്കെ ഈ ഗ്ലാസ് ഡോർ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പ്രസ് ചെയ്തതിൻ്റെ മുകളിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്, അതാണ് ഗ്യാസ് റിലീസ് ചെയ്യുന്ന സ്വിച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങൾ കാണുന്നില്ല, ഞാൻ ക്യാമറ ഒന്നുകൂടെ അടുത്തോട്ട് പിടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. കണ്ടില്ല, നമ്മൾ ആ മുകളിലൊന്ന് പ്രസ് ചെയ്യുമ്പം വാട്ടറിനകത്തോട്ട് ഗ്യാസ് കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ബോട്ടിലിന് 4 തവണയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. 4 തവണ കൂടുതൽ തവണ പ്രസ് ചെയ്താൽ കുഴപ്പമില്ല. ഈ 4 തവണ പ്രസ് ചെയ്യുന്ന കണക്ക് വെച്ചിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത് 25 ബോട്ടിൽ സോഡ ഉണ്ടാക്കുക എന്നുള്ളത്. സോ ആ ഒരു കണക്കിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 4 തവണയാണ് പ്രസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഗ്യാസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തവണ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം, ഇതെങ്ങനെയാണ് സംഭവം വർക്കൗട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി. അപ്പോൾ സംഭവം ഗൈസ് അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളി സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ താല്പര്യമുള്ളൊരു പേടിയോ കാര്യമൊന്നും വേണ്ട, അടിപൊളി സാധനമാണ്, നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനമാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ആൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.